Food&Travel. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മലബാർ സ്നാക്ക് ആയ കിളിക്കൂടാണ്. വീഡിയോ കൂടുതൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തിയാൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണും, നേരെ പിടിക്കൂ. എനിക്ക് നിങ്ങളുടെ ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് നിങ്ങൾ എന്നെ ലൈക്ക് ചെയ്യാത്തത്, ഷെയർ ചെയ്യാത്തത്, സബ്സ്ക്രൈബ് ചെയ്യാത്തത്, ബെൽ ബട്ടൺ അമർത്തി വയ്ക്കാത്തത് എന്താ ഗൈസ്? നിങ്ങൾ ഇങ്ങനെ തൊട്ടപ്പോൾ ബെൽ ബട്ടൺ അമർത്തി വെച്ചാൽ മതി ഗൈസ്. എന്നാ മതി. ടാറ്റാ. ഇന്ന് ഞാനിവിടെ ചെയ്ത് കാണിക്കാൻ പോകുന്നത് മലബാർ സ്പെഷ്യൽ സ്നാക്കായിട്ടുള്ള കിളിക്കൂടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് വേണ്ടത് ചിക്കൻ, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ചേർത്ത് വേവിച്ച് ക്രഷ് ചെയ്തതാണ്. അടുത്തതായിട്ട് വേണ്ടത് പുഴുങ്ങി വെച്ച കാടമുട്ട, പുഴുങ്ങി ഉടച്ച ഉരുളക്കിഴങ്ങ്, മുട്ട, സേമിയ, വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി ചതച്ചത്, സവോള, പച്ചമുളക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, ഗരം മസാല, മല്ലിയില. ഇനി നമ്മൾക്ക് ഇതിൻ്റെ മസാല എങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം. ഇതിനായി ആദ്യം നമ്മൾക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് പച്ചമണം പോകുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇത് നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലോട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവോള ചേർത്ത് കൊടുക്കാം. ഇനി സവോള നന്നായിട്ടൊന്ന് വഴറ്റി വരാനായിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് ഇളക്കി കൊടുക്കാം. സവോള നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ സവോള ഏകദേശം നന്നായിട്ട് സോഫ്റ്റായിട്ട് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ട് മിക്സായിട്ട് വരുമ്പോൾ നമ്മൾക്ക് അതിലോട്ട് മസാലാസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിലോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടെ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മസാല നന്നായിട്ട് ഡ്രൈ ആവുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിലേക്ക് പുഴുങ്ങി ഉടച്ചു വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അത് നന്നായി മിക്സ് ആയതിന് ശേഷം നമ്മൾക്ക് കുറച്ച് മല്ലിയില കൂടെ ഇട്ട് കൊടുക്കാം. ഇത്രേ ഉള്ളൂ, മസാല റെഡിയായി. ഇനി നമ്മൾക്കിത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം മീഡിയം സൈസ് ബോൾസ് ആക്കി എടുത്തതിന് ശേഷം ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഈ പ്രസ് ചെയ്തതിൻ്റെ അകത്തോട്ട് ഒരു കാടമുട്ട പുഴുങ്ങിയത് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് കവർ ചെയ്തെടുക്കാം. എല്ലാതും ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്ത് വെച്ച മുട്ടയിലോട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓരോ ബോൾസായിട്ട്
മുക്കിയെടുക്കാം. അതിനുശേഷം സേമിയയിൽ കവർ ചെയ്തെടുക്കാം. ഇത് കുറച്ചും കൂടെ നല്ലത് തിന്നായിട്ടുള്ള സേമിയ കിട്ടുകയാണെങ്കിൽ അതിൽ ചെയ്യുന്നതായിരിക്കും. നമുക്ക് തിന്നായിട്ടുള്ള സേമിയ കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ ഈ സേമിയ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് അത്യാവശ്യം തിക്കായിട്ടുള്ള സേമിയാണ്. അപ്പോൾ ഇതുപോലെ എല്ലാതും കവർ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ മുഴുവനും കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സമയം ഒരുപാട് ബോൾസ് ഇടാതെ 3-4 ബോൾസ് മാത്രം ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. ഇതുപോലെ ഒരു ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോൾ നമ്മൾക്കത് കോരി മാറ്റാം. ഇനി ഇതുപോലെ ബാക്കിയുള്ള ബോൾസും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കിളിക്കൂട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്സൊക്കെ അറിയിക്കുകയും കൂടെ ചെയ്യുക. താങ്ക് യു. റെസിപ്പി ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അമർത്തിച്ചാൽ ഞങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ. സബ്സ്ക്രൈബ്.